എറണാകുളം മൂവാറ്റുപുഴയിൽ 4 ദിവസമായി ഗൃഹനാഥനെ കാണാനില്ലെന്ന് പരാതി. കാലാമ്പൂർ സ്വദേശി ജീവൻദാസ് എന്ന ബാബുവിനെയാണ് കാണാതായത്. ജീവൻദാസിന്റെ പേഴ്സും ഫോണും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. അമ്മേനെ അവരെ ജോലിക്ക് പോയി. ഒരു 8:30 കൂടി 8 മണിയായ അമ്മയും പോയി. 8:30 ആയപ്പോൾ ഞാനും പോയി. ആള് ഒരു 11 മണിയായപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് പോകാമെന്നും പറഞ്ഞ് താക്കോലും കൊടുത്ത് പോയതാണ്. പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അകത്താണ്, അത് വേറെ ലോക്കറിൻ്റെ അകത്താണ്. അതൊക്കെ അവിടെ തന്നെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ ചെയ്യുന്നു. ലാൽ, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ മകനും ഈ പറയുന്ന ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്ത് പുറത്തേക്ക് പോയി എന്നാണ് വീട്ടുകാർക്കും അറിയുന്ന കാര്യം. 4 ദിവസമായി ഒരു വീടിന്റെ അത്താണിയെ ഗൃഹനാഥനെ കാണാനില്ല. പോലീസ് അന്വേഷണം അത് ഏത് വഴിക്ക് നടക്കുന്നു? നമുക്ക് കിട്ടുന്ന സൂചനകൾ അതെന്തൊക്കെയാണ്? 3-ാം തീയതി ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് ഈ ജീവൻ ദാസ് എന്ന് പറയുന്ന ആൾ ബന്ധു വീട്ടിൽ താക്കോൽ കൊടുത്ത ശേഷം മൂവാറ്റുപുഴയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയത്. ഒരു ഓട്ടോറിക്ഷയിൽ കയറി മൂവാറ്റുപുഴയ്ക്ക് പോവുകയായിരുന്നു. പക്ഷേ ഈ ഓട്ടോറിക്ഷ അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്ന് പറയുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ ആ ടൗണിലെ മറ്റ് CCTV ദൃശ്യങ്ങളിലൊന്നും ഈ ജീവൻ ദാസ് എന്ന് പറയുന്ന ബാബുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്നാണ് വൈകുന്നേരം വരെ കാത്തിരിക്കുകയും വൈകുന്നേരമായിട്ടും അദ്ദേഹം എത്താത്തതോടെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും പ്രാഥമികമായ അന്വേഷണം നടത്തി എങ്കിൽ പോലും കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമായില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫോൺ, സ്ഥിരമായി കയ്യിൽ കരുതാറുള്ള ഫോണോ ഇദ്ദേഹത്തിൻ്റെ മരുന്നുകളോ പേഴ്സോ കണ്ണടയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെ വച്ചിരിക്കുന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ട്രേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം അപ്രായോഗികമായിരുന്നു. ബന്ധുക്കളുടെ പ്രധാനപ്പെട്ട പേടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടാകുമോ, ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാകുമോ, വീടുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടാകുമോ എന്നുള്ളതെല്ലാമാണ്. പക്ഷേ ഇത്രയും നാളായതിനു ശേഷവും ഇത്രയും നേരമായതിനു ശേഷവും ഇത്തരത്തിലുള്ള ഒരു കോൺടാക്റ്റും വീട്ടിലേക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോഴും പറയുന്നത്. പോലീസും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഏകദേശം 8 മാസം മുമ്പ് വരെ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഈ ജീവൻ ദാസ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിലോടുന്ന ഒരുമാതിരിപ്പെട്ട വാഹനങ്ങളിലുള്ള ബസ്സുകളിലുള്ള ആളുകൾക്കെല്ലാവർക്കും ഇദ്ദേഹത്തെ നല്ല പരിചയമാണ്. എത്ര വൈകിയാലും വീട്ടിൽ വരുന്ന ഒരു പ്രകൃതക്കാരൻ കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ 3-ാം തീയതി വൈകിട്ട് മുതൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കുടുംബത്തിന് ഒരു ദുരൂഹത ഇതിൽ തോന്നുന്നത്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളിൽ പോലും കാണാതായതോടുകൂടി സംഭവത്തിൽ വിശദമായൊരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളുടെ ആവശ്യം. ജീവൻദാസ് വീട് വിട്ടിറങ്ങിയിട്ട് 4 ദിവസമായി കുടുംബം അദ്ദേഹത്തെ അന്വേഷിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രേക്ഷകർ ആരെങ്കിലും ഇദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അതും കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കണമെന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും കുടുംബത്തിന്റെ അന്വേഷണം അത് തുടരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ലാൽകൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.